നമ്മുടെ മൊബൈലിൽ സ്റ്റോറേജ് തീർന്നു പോകുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാനിവിടെ കാണിച്ചു തരാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോറേജ് തീരാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. 3 സെറ്റിംഗ്സ് ഞാൻ കാണിച്ചു തരാം. അത് 3 ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ സ്റ്റോറേജ് ലാഭിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻസ് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ മൊബൈലിൽ സ്റ്റോറേജിന്റെ പ്രശ്നം പരിഹരിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള 2-3 സെറ്റിംഗ്സ് ഞാൻ ഇവിടെ കാണിച്ചത്. നമ്മൾ എപ്പോഴും നമ്മുടെ ഫോണിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് നമ്മൾ സ്റ്റോറേജ് തീരുക എന്നുള്ളത്. അപ്പൊ അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണിച്ചിരുന്നത് 3 സെറ്റിംഗ്സ് ഉണ്ട്. അത് 3 കറക്റ്റായിട്ട് ചെയ്ത് വെക്കുക. ഞാൻ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് എല്ലാവരും ചെയ്ത് വെക്കുന്ന 2-3 മിസ്റ്റേക്കുകൾ ഉണ്ട്. അതാണ് ഞാൻ ഇവിടെ പ്രധാനമായിട്ട് കാണിക്കുന്നത്. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി മനസ്സിലാവും. നമുക്ക് വാട്സ്ആപ്പിന്റെ ഏറ്റവും മുകളിൽ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ആ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെല്ലെ താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വരുമ്പോൾ ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. സ്റ്റോറേജ് ആൻഡ് ഡാറ്റ. ആ സ്റ്റോറേജ് ആൻഡ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിയുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്, മീഡിയ ഓട്ടോ ഡൗൺലോഡ്. ഇവിടെ കണ്ടില്ലേ, ഓട്ടോ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓട്ടോ ഡൗൺലോഡ്. അപ്പോൾ ഓട്ടോ ഡൗൺലോഡ് ക്വാളിറ്റി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് ഞാനിവിടെ ആക്കി വെച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നോക്കി നോക്കുക നിങ്ങളുടെ ഹൈ ക്വാളിറ്റിയിലാണോ കിടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ കാണുന്ന വാട്സപ്പിലേക്ക് വരുന്ന ഫോട്ടോകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ആ പിക്ചർ നോക്കുന്ന സമയത്ത് തന്നെ ഓട്ടോ ആയിട്ട് ഹൈ ക്വാളിറ്റിയിലായിരിക്കും നിങ്ങളുടെ സ്റ്റോറേജിലേക്ക് വന്ന് സ്റ്റോർ ആവുന്നുണ്ടാവുക. അത് നമുക്ക് അതുവഴി ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. രണ്ടാമതായിട്ട് മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതേപോലെയുള്ള ഫോട്ടോകൾ നമ്മൾ കാണുമ്പോഴേക്ക് തന്നെ നമ്മുടെ ഗാലറിയിലേക്ക് വന്ന് നിറയാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ ഈ ടിക്കുകളൊക്കെ മൊത്തം ഒഴിവാക്കി വെക്കുക. അതിനുശേഷം ഇവിടെ താഴെ ഓക്കെ കൊടുക്കുക. അപ്പൊ നമ്മൾ ഫ്രണ്ട്സൊക്കെ അയക്കുന്ന ഫോട്ടോസ് നമുക്ക് കാണുമ്പോഴേക്ക് തന്നെ നമ്മുടെ ഗാലറിയിൽ വന്ന് നിറയുന്ന ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതും ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫോട്ടോയും ഓഡിയോയും വീഡിയോ ഡോക്യുമെന്റ് ഒക്കെ നമ്മൾ അൺടിക്ക് ചെയ്യുക. ആ ടിക്ക് മാർക്ക് ഒഴിവാക്കി കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വാട്സപ്പിൽ വരുന്ന ഫോട്ടോകളൊക്കെ വന്ന് നമ്മുടെ ഫോണിൽ നിറയെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി നമുക്ക് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാനേജ് സ്റ്റോറേജ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് ഇവിടെ കണ്ടില്ലേ, ഇവിടെ 0 ആണ് ഇപ്പോൾ കാണിക്കുന്നത്. പക്ഷേ സെക്കൻഡ് വെച്ച് ഇവിടെ ഫുൾ ആവുന്നുണ്ട്. ഏകദേശം 6 GB നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ ആയിട്ട് ഇവിടെ കിടക്കുക. അതൊക്കെ വേണ്ടാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാം ലാർജർ ദാൻ 5 MB കൂടുതലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഫോർവേഡഡ് മെനി ടൈംസ്, പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതും ഗ്രൂപ്പിൽ വരുന്നതൊക്കെ ഇവിടെയാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് അങ്ങോട്ടേക്ക് ഒഴിവാക്കുന്നതാണ് നമുക്ക് നല്ലത്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എല്ലാ വീഡിയോസും കാണാം. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് വേണ്ടാത്ത വീഡിയോസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി മൊത്തം വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും മുകളിലായിട്ട് സെലക്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ലേ, അവിടെ ഒന്ന് ടിക്ക് ചെയ്യുക. അവിടെ ടിക്ക് ചെയ്താൽ മൊത്തം സെലക്ട് ആവും. അതിനുശേഷം മുകളിൽ കാണുന്ന ഡിലീറ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വേണ്ടാത്ത എല്ലാ വീഡിയോസും 5 MB കൂടുതലുള്ള വലിയ ഫയലുകളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇത് നമ്മൾ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ നമുക്ക് അയക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉള്ള ചാറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ഒറ്റൊന്ന് മാത്രം കാണിച്ചു തരാം. ആ പേരിന്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് പേഴ്സണലായിട്ട് അയച്ചിരിക്കുന്ന ഓരോ ഫ്രണ്ട്സും അയച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അത് മുകളിൽ ടിക്ക് മാർക്ക് കൊടുക്കുക, നമ്മളിവിടെ സെലക്ട് ചെയ്യുക. പക്ഷെ ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഡിലീറ്റ് സെലക്റ്റഡ് ഐറ്റം, അതായത് സ്റ്റാർഡ് ഐറ്റം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് നാളെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റാർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല, അതും കൂടി ഡിലീറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അതും കൂടി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ ബോക്സിൽ ഒന്ന് ടിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുക. അത് പോകണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ടിക്ക് ചെയ്യേണ്ട. ഇനി അടുത്തായി നമ്മൾ പ്ലേ സ്റ്റോറിൽ ഒന്ന് വരാം. പ്ലേ സ്റ്റോറിൽ വന്നിട്ട് നമ്മൾ ആ പ്രൊഫൈലിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ്. അവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്ന് ഓവർവ്യൂ കാണിക്കുന്നുണ്ട്, ഒന്ന് മാനേജ് കാണിക്കുന്നുണ്ട്. ആ മാനേജിൽ ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ട താഴെയായിട്ട് ദിസ് ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നില്ലേ, അവിടെ ഒരു ചെറിയൊരു ഏരോ മാർക്ക് കാണാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് ഇൻസ്റ്റാൾഡ് പറയുന്ന ഓപ്ഷൻ കാണാം. അപ്പൊ നമ്മൾ മുൻപ് ഇൻസ്റ്റാൾ ചെയ്തതും അറിയാതെ ഇൻസ്റ്റാൾ ആയി പോയതും നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് മുഴുവനായിട്ട് ഡിലീറ്റ് ആവാത്ത ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആപ്സുകളൊക്കെ ഇവിടെ കാണാം. ആ ബോക്സിൽ കണ്ടില്ല, ഇവിടെ സൈഡിലൊക്കെ ടിക്ക് ബോക്സ് ഉണ്ട്. അവിടെയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മുകളിൽ റിമൂവ് ഓപ്ഷൻ കൊടുക്കുക. ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ അത്യാവശ്യം നമ്മുടെ കയ്യിലേക്ക് ഡാറ്റ സ്റ്റോറേജ് വരും. ഇനി നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത്, ഇത് അടിപൊളി ഒരു ടെക്നിക്കാണ്. നമ്മൾ എന്ത് ചെയ്യുക, ആ പ്രൊഫൈൽ ഐക്കൺ തന്നെ പ്ലേ സ്റ്റോറിൽ പ്രൊഫൈൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിന് താഴേക്ക് വന്നു കഴിയുന്ന സമയത്ത് നമ്മുടെ സെറ്റിംഗ്സ് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. പ്ലേ സ്റ്റോറിലെ സെറ്റിംഗ്സ്, അവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ജനറൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ജനറലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വരുന്ന സമയത്ത് അടിപൊളി ഒരു ഓപ്ഷൻ ഉണ്ട്. എല്ലാവരും ഇത് ചെയ്തു വെക്കണം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം ഓട്ടോമാറ്റിക്കലി ആർക്കൈവ് ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഒക്കെ പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് നമുക്ക്
സ്റ്റോറേജ് ഫുൾ ആണെന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും നമുക്ക് ഓൺ ദി സ്പോട്ടിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. എല്ലാവരും അതൊന്ന് ചെയ്തു നോക്കുക.